രാഷ്ട്രീയ നിലപാട് തീരുമാനിക്കാൻ 2 ദിവസത്തെ സമയം വേണമെന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ. അതേസമയം നിരവധി നേതാക്കൾ ബിജെപിയുമായി സമ്പർക്കത്തിലാണെന്നും ദേവേന്ദ്ര ഫഡ്നാവിസ്. അഴിമതിക്കാരെ വെളുപ്പിച്ചെടുക്കാനുള്ള ബിജെപി തന്ത്രങ്ങളുടെ ഇരയാണ് അശോക് ചവാൻ എന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ശക്തം. മറ്റൊരു പാർട്ടിയിലും ചേരുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നും അടുത്ത 2 ദിവസത്തിനുള്ളിൽ തന്റെ ഭാവി രാഷ്ട്രീയ നടപടി തീരുമാനിക്കുമെന്നും കോൺഗ്രസ് വിട്ട മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാൻ പറഞ്ഞു. मैंने अभी तक कोई भी पार्टी में शामिल होने का फैसला नहीं लिया है. मेरे सामने अभी 2 दिन बाकी. അതേസമയം ബിജെപിയിൽ ചേരാൻ നിരവധി കോൺഗ്രസ് നേതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന അവകാശവാദവുമായാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് മാധ്യമങ്ങളെ കണ്ടത്. असं आहे, मी एवढंच सांगू शकतो की काँग्रेसमधले अनेक चांगले नेते हे भारतीय जनता पक्षाच्या संपर्कात आहेत. आगे आगे देखिए होता है क्या. എന്നാൽ ചവാന്റെ കാര്യത്തിൽ സൂചനയൊന്നും നൽകിയില്ല. പ്രത്യയശാസ്ത്രത്തെക്കാൾ ശക്തമാണ് വാഷിംഗ് മെഷീനെന്നും അഴിമതിക്കാരായ നേതാക്കളെ വെളുപ്പിച്ചെടുക്കാനുള്ള ബിജെപിയുടെ സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഒടുവിലത്തെ ഇരയാണ് അശോക് ചവാനെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിമർശിച്ചു. पर ये साफ हो गया है कि जो एक विशेष वॉशिंग मशीन चलता है हमारे देश, वो बहुत प्रभावशाली है और विचारधारा से निष्ठा. അശോക് ചവാൻ രാജിക്കത്ത് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസ് നേതാവ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. 70,000 കോടിയുടെ ജലസേചന കുംഭകോണത്തിൽ അജിത് പവാർ ആരോപണ വിധേയനായെന്നും 10 ദിവസത്തിനുള്ളിൽ ബിജെപിയിൽ ചേർന്നാണ് ക്ലീൻ ചിറ്റ് നേടിയതെന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു. അശോക് ചവാൻ ഇപ്പോൾ ബിജെപിയിൽ ചേരുന്നത് തന്റെ ആദർശ ഫ്ളാറ്റ് അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടിയാണെന്നും ഉദ്ധവ് ആരോപിച്ചു. तर मी फोडाफोडी का करताय? म्हणजे तुमच्यामध्ये आत्मविश्वास नाहीये. तुम्ही 400 पार काही 40 पार पण नाही होणार. म्हणून मग तिकडे नितीश कुमारला घेतायत, इकडे अशोक चव्हाणांना घेतायत, अजितदादाला घेतायत, मिंदेला घेतलं. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാരാഷ്ട്രയിൽ ഓപ്പറേഷൻ ലോട്ടസ് വഴി കൂടുതൽ പ്രതിപക്ഷ നേതാക്കളെ വരുതിയിലാക്കാനുള്ള ശ്രമത്തിലാണ് ബിജെപി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഒരു മാസത്തിനിടെ സംസ്ഥാനത്തെ 3 മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ടത് ഇന്ത്യ മുന്നണിയിലും ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.